ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം അമ്മണിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. അല്ല ഇവളെവിടെ പോയി കിടക്കണ്? എടി മിന്നോ, ഇങ്ങ വാടി. വീഡിയോ അമ്മ എടുക്കണേ. നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് മോട്ടിവേഷൻ വീഡിയോ എടുക്കാം. അയ്യോ ഫ്രഷ് എന്റെ പൊന്നമ്മ, ഇതൊക്കെയല്ലേ ഇപ്പൊ എല്ലാരും എടുക്കണേ. വെറൈറ്റി പിടി. തൽക്കാലത്തേക്ക് ഇത് മതി, നീ വീഡിയോ ഇട്. എടി മക്കളെ, നീ ഒരു കാര്യം അറിഞ്ഞ? ആ അയൽക്കൂട്ടത്തുള്ള പെണ്ണുങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു തുടങ്ങി, നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, അതൊന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ എന്തിനാ അവരുടെ അടുത്ത് പറയാൻ? ഞാൻ മൊബൈലും കണ്ട് ഞാൻ നോക്കട്ടെ. എടി നോക്കടി, നമുക്ക് 5 സബ്സ്ക്രൈബേഴ്സ് കൂടി. എവിടെ? അയ്യോ അമ്മ, അതെന്റെ ഫേക്ക് അക്കൗണ്ടാ. വെറുതെ മാഹിച്ച് നബിടി. ഇന്തോ ഒരു ചായ. അമ്മ റെഡി അല്ലേ? ആ റെഡി. ആക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാണെങ്കിലും ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നവളാണ് ഒരു യഥാർത്ഥ ഭാര്യ. ഭർത്താവിൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുക എന്നത് ഒരു ഭാര്യയുടെ കടമയാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ നോക്കൂ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിന് നല്ല റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്. എന്തിനടേ? അച്ഛൻ്റെ മോളല്ലേ, അങ്ങനെ വരൂ. മതി മതി, രണ്ടാമത് എഡിറ്റ് ചെയ്തിടാം. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരായി? ഇന്തോ ഇന്തോ ചായ. എന്തിന് ഇത്ര ലേറ്റ് ആയത്? അത് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയപ്പോൾ ചായ ഉണ്ടാക്കാൻ മറന്നുപോയതാ. മറന്നുപോയല്ലേ? ഈ ഒരൊറ്റ തവണ ഞാൻ ക്ഷമിച്ചിരിക്കണ്. ഇനി ഇത് ആവർത്തിച്ച അറിയാലോ സുമേനെ. അറിയാം, ഇനി ആവർത്തിക്കത്തില്ല. എന്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന? അടുക്കള പണിയൊന്നുമില്ലേ? പറഞ്ഞില്ല. എന്ത് അഭിപ്രായം? എന്തിന്റെ? ചായന്റെ അഭിപ്രായം പറഞ്ഞില്ലെന്ന്. സത്യം പറയാല്ലേ? ഒരു വകയ്ക്കും കൊള്ളൂല. വന്ന് ഇന്ദുവിന്റെ ചായക്ക് കടുപ്പവുമില്ല മധുരവുമില്ല. എന്തായാലും ചായ ഉണ്ടാക്കി വെച്ചിരിക്കണോ എന്തോ? ചോദിക്കണ്ടായിരുന്നു. അച്ഛാ സന്തോഷായില്ലേ? ഓടിയോടും. പിന്നെ സുമേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്തായാലും പകുതി ചായ കുടിച്ചു കഴിഞ്ഞു, ഇനിയിപ്പൊ വേണ്ട. എന്തോന്ന്? ബിസ്ക്കറ്റ്. അയ്യോ ബിസ്ക്കറ്റ് അല്ല, റിക്വസ്റ്റ്, അപേക്ഷയുണ്ടെന്ന്. ആ പറ. അല്ല ഇപ്പൊ പറയാവോന്ന് അറിയത്തില്ല. അറിയത്തില്ല, ഇനി പറയണ്ട. അങ്ങനെയല്ല, പറയണം. എന്നെ ഇനി തൊട്ടേ ഇന്ദുന്ന് വിളിക്കരുത്. എനിക്ക് നല്ലൊരു പേരിൽ ഇന്ദു ഗോപൻ. നീ ഒന്നില്ല എന്നെ ഗോപാന്ന് വിളി, അല്ലെ ഗോപേട്ടാന്നെങ്കിലും വിളി. ഇന്ദുവിന് എന്താ കുഴപ്പം? ഇന്ദുന്ന് വിളിക്കുമ്പോഴേ ഒരു പെണ്ണുങ്ങളെ വിളിക്കുന്ന ഫീലാ. ഇന്ദു അയ്യേ. വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യണ സകലമാന ജോലികളും അച്ഛൻ എവിടെ ചെയ്യണുണ്ട്, എന്നിട്ട് പെണ്ണിന്റെ പേര് വിളിക്കണേണ് കുഴപ്പം. അതും എനിക്കൊരു കുഴപ്പമാണ്. ഇന്ദു, എന്റെ വാക്കാത്തിരിക്കണമെല്ലാം കേക്കരുത്. ഒന്നാമതേ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോണതിന്റെ ടെൻഷൻ അതിന്തിനും പറഞ്ഞാൽ മനസ്സിലാവൂല. അതിനിടയ്ക്ക് ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സും പറഞ്ഞോണ്ട് വന്ന തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ആകെ 5 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഇവളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഒറ്റടിക്ക് തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെന്ത് തീർക്കാത്ത? ഞാൻ ജീവിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് ഒരാഗ്രഹമില്ലേ? എന്തോ ഈ ചായയുടെ ചൂടൊക്കെ അങ്ങ് പോയി. എനിക്ക് പോയി ഒരു പുതിയ ചായ ഇട്ടിട്ട്. അയ്യപ്പ ചായ ഇടാൻ പറ്റത്തില്ല. എന്ത് ചായ ഇടാൻ പറ്റത്തില്ല? അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? എനിക്ക് പട്ടിനെ അപ്പിടിക്കാൻ കൊണ്ടോണം. പട്ടിക്ക് താൻ അപ്പിയുടെ അറിയാം. ഇന്ദു പോയിട്ടോ പെട്ടെന്ന്. അമ്മേ, എത്രയൊക്കെ വീഡിയോ ചെയ്തിട്ടും നമ്മളെ യൂട്യൂബ് ചാനലിന് റീച്ച് കിട്ടുന്നില്ലല്ലോ. അത് തന്നെ മോളെ, ഞാനും അത് ആലോചിച്ചു. എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? അച്ഛൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ പണിയെടുക്കുന്നതും അമ്മയ്ക്ക് ചായ കൊണ്ട് തരുന്നതും നമുക്കൊരു വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കി യൂട്യൂബിൽ ഇട്ടാലോ? അത് കൊള്ളാം, ഇത് പൊളിക്കും. വേണ്ട വേണ്ട വേണ്ട, നാട്ടുകാരെ മുന്നിൽ ഞാൻ നാണം കേട്ടോ. ഇന്ന് അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? എടിയാ നശിച്ച ദിവസത്തിന് ഓർമ്മിപ്പിക്കാതെടി. നമുക്ക് അച്ഛനൊരു പ്രാങ്ക് കൊടുത്താലോ? പ്രാങ്കാ? ആ പ്രാങ്ക് അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അമ്മ മരിക്കുന്ന പോലെ അച്ഛനെ പ്രാങ്ക് ചെയ്യണം. അപ്പൊ പിന്നെ വിഷം കഴിച്ചു ചാവാ. അല്ല പൊന്നെ, ആളെ ചത്തൊടുങ്ങാനല്ല പറഞ്ഞത്, അഭിനയിക്കണം. അഭിനയിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അഭിനയിച്ച് കാണിച്ചേ. മരിക്കണായിട്ടല്ലേ? അയ്യോ ഇതല്ല വേണ്ടല്ലേ, വേറെ ഉണ്ട്. ഇത് നോക്കടി. അയ്യോ ഓ എന്റെ പൊന്നമ്മ, ഇതൊന്നും അല്ല. വേദന വരട്ടെ, വേദന. വേദന ഞാൻ ഇപ്പൊ ഇനി എങ്ങനെ കൊണ്ടുവരും? വേദന ഇപ്പോ അമ്മേ അമ്മേ, ഇത് മതിയാ? അഭിനയിച്ചായിരുന്നോ? എന്നാലും നീ 1.5 ഇടിയാണ് കേട്ടാ ഇടിച്ചേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സുമേ, ചായക്ക് മധുരം കൂടുതലാണോ? നേരത്തെ മധുരം മതിയോ? കുറച്ച് കൂടുതലിട്ടോ. അമ്മേ, ഇതാ അച്ഛൻ വരുന്നുണ്ട്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അച്ഛന്റെ മുമ്പിലും ചെയ്യണം. ക്യാമറ ഞാൻ അവിടെ വയ്ക്കാം. ഓ സുമേ, ചായ. ഞാൻ പോകുന്ന കുറച്ച് പണിയുണ്ട്. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു. നെഞ്ചുവേദന? തിരിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനീ കാണിക്കണത്? അയ്യോ എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നീ ഒന്ന് ഡ്രൈവ് മരിച്ചായാലും എന്റെ മോളെ പൊന്നുപോലെ നോക്കണേ. എന്തോ സുമേ, നിനക്കൊന്നും പറ്റില്ല, ഞാനുണ്ട് നിന്റെ കൂടെ. സുമേ, നിനക്കൊന്നും. സുമേ,
പോയി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി. ഈ കുരിശ് എന്റെ തലയൊന്നും എടുത്തു തന്നില്ല. കത്തിച്ച വെളിയിൽ ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. രാമകൃഷ്ണ അല്ലാഹു ജിങ്ക ജിങ്ക ജിങ് അജിങ് അജിങ്. ഹാപ്പി ആനിവേഴ്സറി. ഇത് കാണാൻ നിന്റെ അമ്മയില്ലല്ലോ മോളെ. അമ്മ മരിച്ചു പോയി. കുഴപ്പമില്ല അച്ഛാ, വേറെ കല്യാണം കഴിക്കല്ലേ? ഇതൊരു പ്രാങ്ക് ആയിരുന്നു അച്ഛാ. പ്രാങ്കാ? ആ പ്രാങ്ക്. ചത്തില്ല? ഇല്ല. അമ്മ തിരിഞ്ഞു നോക്ക്. ഞാൻ നോക്കൂല. നോക്കുന്നേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പ്രാങ്കാണ്. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്തോ താങ്ക് യു സുമ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ